എവിടത്തെ എന്നാ പറഞ്ഞ പുതക്കുഴി. ആ, എവിടുത്തുകാരാ? കോഴഞ്ചേരി. ഓമപ്പറമ്പെന്ന് പറഞ്ഞത് താമസം കോഴഞ്ചേരിയിൽ നിന്ന് വന്ന് താമസമായി. ആ, അത് ഇപ്പം ഞാൻ ഈ ഇവിടുത്തെ ഒരു സാറുണ്ടല്ലോ, മറ്റേ പിന്നെ രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ കിട്ടിയ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 125 വർഷം മുമ്പെങ്ങാണ്ടാ അവരൊക്കെ കുറച്ച് പേര് വന്നാന്ന്, കോഴഞ്ചേരിയിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തേക്കിനാലാണല്ലേ പേര്, തൂക്കിനാല. ആ, അതെന്തോ അങ്ങനെ വരാൻ കാരണം? നമ്മള് അമ്പലത്തിൽ തൂക്കത്തില്ലേ, എന്തായാലും പേരെന്തോ, നമ്മള് തുലാഭാരം, അത് തൂക്കുന്ന അവിടെ ആയിരുന്നു. തൂക്കിനാലെന്നാ, പക്ഷെ അത് തേക്കിനാലെന്നാക്കി. ഇവിടെ കർമ്മം ചെയ്തിട്ട് നമ്മുടെ അമ്പലത്തിൽ ലാഭാരം ഒക്കെ തൂക്കത്തില്ലേ, അന്ന് നമ്മൾ ഇത്ര ആളും വരുന്നില്ല. അമ്പലത്തിൽ ലാഭാരം തൂക്കുന്നതാണ് തൂക്കിനാലെന്നാണ് പേര്, പക്ഷെ അത് തേക്കിനാലെന്നാക്കി. അതോടെ ആശക്കാരും വന്ന് ഒരാളും മാറും. അതാ ഞാൻ തേക്കിനാലെന്ന് പറഞ്ഞൊരു യോജിക്കാത്ത പേര്, ഒരു അർത്ഥം. അതാ തൂക്കിനാലെന്നാ. മനസ്സിലായി. ഈ തുണ്ടുകാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ അതിന്റെ ഇത് വല്ലതും അറിയത്തില്ല? തുണ്ടുകാടെന്ന് വെച്ചാല് അത് അമ്മ ഇവിടുത്തെ വല്യമ്മ, പുള്ളി കീഴ്പ്പാറയുള്ള നമ്മുടെ അരവരാജാ. അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ പ്രമാണിയാ. ഏതാ ഈ അച്ഛൻ്റെ അമ്മയാ വീട്ടിലെ. പുള്ളി കീരിപ്പാറ അരവരാജൊക്കെ അച്ഛൻ്റെ ചേട്ടനാണ്. പുള്ളി സ്വാമിയായിരുന്നു. അപ്പൊ തുണ്ട് കാണുന്ന വെച്ചാൽ ഈ ഇത്രയും ചതുരമാണ്. അവിടെ കുളമുണ്ട്, അമ്പലമുണ്ട്. അപ്പൊ അത്ര ഇടയിലാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ അയൽവത്തും പഞ്ചായത്തും എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പൊ തുണ്ടുകാടെന്ന് പേരിട്ട് കൊടുത്തു. തൊണ്ടിയിരിക്കുന്നതല്ല, ഞാൻ ഏകപത്തിനകത്തിരിക്കുന്നതാണ് തുണ്ടുകാരൻ പറയുന്നത്. ഏകനാണ് തുണ്ട് ഏകന്, അതാണ് തുണ്ടുകാരെന്ന് പേര് കിട്ടിയത്. എൻ്റെ ഓർമ്മ അവിടെ അമ്പലം ഉണ്ടായിരുന്നു, നെല്ലവറ ഉണ്ടായിരുന്നു, നാടുകെട്ട പെടപ്പുര എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ വെളിയിൽ പോയിരുന്ന ഞാൻ വാങ്ങിച്ചു കേട്ടിരുന്ന അച്ഛൻ്റെ അമ്മയുടെ അമ്മ ആ സമയത്ത് എനിക്കറിയാം. പേരൊന്നും ഓർമ്മയുണ്ടോ? അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മയെ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മയുടെ പേര് അപ്പച്ചോട് ചോദിച്ചാൽ എനിക്ക് പേരറിയത്തില്ല. വല്യപ്പച്ച ഇല്ലയോ ഇവിടെ ഓനക്കോട്ടൻ്റെ അമ്മ, പുള്ളിക്കാരി പേരറിയാത്ത കൊച്ചു പിള്ളേരാ. പക്ഷെ അവിടെ വെച്ചാരം വിളക്ക് പൂജയും മറ്റേ മാത്രം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതാണ് അവിടെ കിടക്കുന്നത്. അവിടെ കുളവും നികത്തി കുളത്തിലാണ് തോമയുടെ മകൻ വീട് വെച്ചേക്കുന്നത്. മോള് അമ്പലത്തിൻ്റെ അവിടെ വീട് വെച്ചേക്കുന്നത്. ഞാൻ പോയി വെള്ളം കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പെട്ടെന്ന് ഒരു 50 രൂപ വെയിറ്റും ഒക്കെ ഇട്ട് അടി കൊണ്ട് വെച്ച് അമ്പലത്തിൽ ഞാൻ പോയി വെച്ചിട്ടുണ്ട്. വില്ലേജിന് ഇവിടുന്ന് പോകാൻ തുടങ്ങി. വാലമ്പള് വെറ്റുപോയി, പിന്നെ വിക്രം വെറ്റുപോയി. പിന്നെ വേറെ അപ്പച്ചന പുള്ളിക്കാരത്തിൻ്റെ പേരെനിക്ക് ഞാൻ മറന്നുപോയി. എല്ലാം ഒരു അച്ഛന് പിന്നെ പുള്ളിക്ക് ഒരു വെളിച്ചപ്പാടുണ്ടായി, പേരപ്പന് മുട്ടായിപ്പിള്ളയ്ക്ക്. അപ്പം ഞങ്ങൾ ഇന്ന് എവിടെ വെട്ടുക, കാക്കത്തോട്ടം ഞാനും പുള്ളിയെ കൊണ്ട് വെട്ടുക. ഞാനും രാമേന്ദ്രൻ ഞങ്ങൾ വെട്ടുക. ഒരു ദിവസം പോയിട്ട് എടാ എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ ചോദിച്ചു എന്താ മുട്ടായിപ്പിള്ള? ഞാൻ അങ്ങനെ പുള്ളി കേട്ടു. എനിക്ക് വയ്യ. ഞാൻ ചോദിച്ചു എന്താ വിഷയം പറ. എനിക്ക് എല്ലാം വിട്ടിട്ട് പോകുന്ന സമയമാണ്, വിക്രമനും ഇവരെ വിട്ടിട്ട് പോകുന്ന സമയമാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് എന്തോ ഞാൻ ഒരു കാര്യം ചെയ്യും, സത്യമാണ്. ഇവിടെ ഞാൻ കള്ള് കിട്ടും, ഒരു കള്ള് മാറ്റുന്നു. ഞാൻ പറയാമെന്ന് പുള്ളിക്കാ പ്രീതിയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് കൊച്ചു വരെയില്ലയോ, ഒരു പുള്ളിക്കാരത്ത് എന്നോട് പറഞ്ഞു അപ്പച്ച വല്യമ്മച്ചി പിന്നെ കൂട്ടാപ്പിള്ളമാരെയാ പൊടി ഇങ്ങോട്ട് വാ. ഇങ്ങനെ അപ്പം ഇപ്പോൾ ഞാനും പുള്ളിയായിട്ടുള്ള കമ്പനി ഇങ്ങോട്ട് ഇറങ്ങി വാ. അന്ന് പോകണമെന്ന് ഞാൻ ഈ പുള്ളി പിഴയ്ക്ക് ഞാൻ ചോദിച്ചു എന്തോ. എനിക്കിവിടെ വേണ്ട, ഞാൻ വിട്ടു പോവാ, എനിക്ക് വേണ്ട, ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ
പറഞ്ഞു കുട്ടാപ്പിള്ള ഒരു കാര്യം ചെയ്യും, പിന്നെ ഒരു കള്ള് കൊണ്ടുവന്ന് വെച്ച് ഇടയാ പിന്നാണ് അവിടെ കൊണ്ടുപോകുന്നത് കടമോട്ട്. അത് അറിയോ പോകുന്നറിയോ? ഇല്ലല്ലോ. ഇവിടെ പൂജ ചെയ്തായിരുന്നു. അതറിയാം കഴിഞ്ഞിടയ്ക്ക്. കഴിച്ചു അത് നാളായിട്ട്. പിന്നെ ഇല്ലയോ കൊച്ചൂരോട് അമ്പലമൊക്കെ വെച്ചത്, അതിന് എന്നെ വിളിച്ചതാ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് വാസുപ്പൊടിയെ കൊണ്ടുപോയത്. അത് ഇവിടെ ഞാറ് നടാൻ തയ്യാഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് അവിടെ പോയി ഞാറെടുത്തോണ്ട് വന്നതിന്റെ പ്രായച്ചിത്തം വിളിച്ചുള്ളി പായച്ചത് എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് വാസു പോയത്. ഒത്തിരി പരിപാടി നടത്തി. ഞാൻ ദിവസം ഞങ്ങളുണ്ടായിരുന്നു. വൈകിട്ട് ഞങ്ങൾ 15 കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു കുട്ടാപ്പിള്ള ഞാൻ പറ്റി അത് അതിനെ കൊണ്ട് ഞാൻ പോയി. അത് പല വിഷയം അത് ഞാൻ നടന്നത്. പിന്നെ ഇപ്പം വേണ്ട പുള്ളിക്ക് വയ്യായിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുണ്ടുകാടും ഞാൻ തൊണ്ടുകാട്